എടോ മനുഷ്യ, താൻ എന്തൊരു വിവരം കെട്ടവനാ. കുമ്പനാട്ടുകാരുടെ വികാരം എന്ത് വിവരമാടോ അത്? താൻ എറണാകുളത്തല്ലേ താമസിക്കുന്നത്? കുമ്പനാടുകാരുടെ വികാരം അല്ലടോ, IPCക്കാരുടെ വികാരമാണെന്ന് പറ. തനിക്ക് പ്രായം കൂടിയതിൻ്റെ പേരിൽ തന്നയ്ക്ക് ആ ബോധം മറഞ്ഞുപോയി. സാധാരണ രീതി പ്രായം കൂടുമ്പോൾ എല്ലാവർക്കും വിവരം ഉണ്ടാകും. തനിക്ക് പിന്നെ താൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ കുടുംബാവങ്ങൾക്കെല്ലാം പരിഹാരം ഈ ഈ വക പൊട്ടത്തരങ്ങളെല്ലാം പറയുള്ളൂ. വല്ല അൽസിമേഴ്സും ബാധിച്ചോ തനിക്ക്? പിന്നെ താൻ എത്ര പറഞ്ഞാലും ഈ പാവപ്പെട്ട പാസ്റ്റർമാരെയും കുറച്ച് പാവപ്പെട്ട വിശ്വാസികളെ പറ്റിക്കാന്നുള്ളതല്ലാതെ ഭരണഘടന ഒന്നും മാറിയിട്ടില്ലടോ. ജസ്റ്റിസ് മനു പറഞ്ഞത് കൃത്യമായിട്ടും 2002 ഭരണഘടന അനുസരിച്ചാണ് ഞാൻ കമ്മീഷനെ നിയമിക്കുന്നതെന്നും നിന്നെപ്പോലെയുള്ള പോട്ടർമാരും വിഡ്ഢികളുമായിട്ടുള്ളവന്മാർ കുമ്പനാട് ഗ്രൗണ്ടിൽ കിടന്ന് അടിയുണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് പണ്ട് ഓതറ അമ്പലത്തിൽ കിടന്ന് അടിയുണ്ടായ മാതിരി വെട്ടും കുത്തും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഹൈന്ദവനായ ഒരു ജഡ്ജി ഒരു കമ്മീഷനെ വെച്ചെന്നേ ഉള്ളൂ. കമ്മീഷനും കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കത്തില്ലടോ. തന്നെയൊക്കെ സുപ്രീം കോടതി വരെ കയറ്റും, അതിന് യാതൊരു സംശയവും ഇല്ല. താനൊക്കെ ഇപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ വാങ്ങി വെച്ചോ. തൻ്റെയൊക്കെ അവസാനം അതുവരെ താനൊക്കെ ഇങ്ങനെ നീളുമെന്നുള്ളതല്ലാതെ ഒരു ഗുണം ഉണ്ടാകുന്നില്ല. പിന്നെ റേഷാൾക്ക് നിങ്ങൾ എന്നാ കളി കളിച്ചാലും റേഷാളുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ചുക്കും കിട്ടുകയില്ല. 2002 ഭരണഘടന അനുസരിച്ച് ദൈവം അനുവദിച്ചാൽ 6 മാസത്തിനുള്ള കുമ്മനാട് ഇലക്ഷൻ നടക്കും. ആ ഇലക്ഷനിൽ നിന്ന് ദൈവമക്കൾ നിന്നെയൊക്കെ തൂത്തു വാരി എറിഞ്ഞില്ലെങ്കിൽ നോക്കൂ. പിന്നെ നീ ആ മേലെ പ്രാർത്ഥിക്കുന്നത് കെ എബ്രാമിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും, വേറെ ആരുടെയും കുടുംബത്തിന് വേണ്ടിയിട്ട് വേണ്ട. പിന്നെ നിങ്ങൾ ആ പ്രസംഗം പറയുന്നത് കേട്ടല്ലോ, അവർ മുൻ സെക്രട്ടറി. എടോ, അയാൾ മുൻ സെക്രട്ടറി അല്ലടോ പോട്രാ. അയാൾ ഇപ്പോഴത്തെ നിലവിലെ സെക്രട്ടറി തന്നെയാ. കാരണം ഈ IPCയുടെ ഭരണഘടന നിനക്ക് വായിക്കാൻ അറിയത്തില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് വായിക്കാൻ അറിയാം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് 3 വർഷമോ അല്ല എങ്കിൽ അടുത്ത ഇലക്ഷൻ നടത്തി ആ ഇലക്ഷനിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ ഭാരവാഹിത്വം ഏൽപ്പിക്കുന്നതിനും വരെയോ എന്നാണ് എഴുതിയിരിക്കുന്നത്. വായിച്ച് നോക്കടോ പൊട്ട. ന്യൂനപക്ഷ കമ്മീഷന്റെ പിയൂണാന്നും പറഞ്ഞുകൊണ്ടിരുന്നത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് വായിക്കണമായിരുന്നടോ. അടുത്ത കൺവെൻഷന് നീ കാണുമോ ഈ കാര്യത്തിന്? പറയാൻ പോലെ വാ പൊങ്ങുവോ, നാവ് പൊങ്ങുവോ ഇത് കൂടെ കള്ളത്തരം പറഞ്ഞാല്? അതുകൊണ്ട് അങ്ങേര് തന്നെയാണ് നീ ഈ പറയുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ കാവൽക്കാരൻ കുര്യന്റെ മകൻ തള്ളിയിട്ടല്ലോ. അയാളെ തള്ളിയിടുക അല്ലടോ ചെയ്തത്. ഞങ്ങളൊക്കെ വീഡിയോ കണ്ടോണ്ടായിരുന്നത്. അയാളെ പിടിച്ച് തള്ളിക്കൊണ്ടുപോയി തട്ടി മറിച്ചിടുക ചെയ്തത്. കൂടുതൽ നിന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് അവനങ്ങ് പുറകെ കൂടെ വന്നങ്ങ് ആശീർവാദം പറഞ്ഞപ്പോഴത്തേന് അവന്റെ കയ്യിൽ നിന്നുള്ള ആ പവർ കൊണ്ട് അങ്ങ് വീണുപോയി. തനിക്കൊക്കെ നാണം ഉണ്ടോ? നാണം, ലജ്ജ. താൻ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് തൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ തൻ്റെ ഭാര്യയും മക്കളും ഒക്കെ തന്നെ കളിയാക്കിയില്ല. അത് ആ ജന്മങ്ങളോ തനിക്കുണ്ടായ ജന്മങ്ങളാണല്ലോ അതുങ്ങള്. പോട്ടെ, തൻ്റെ ഭാര്യ വേറെ തന്തയ്ക്കുണ്ടായതാണല്ലോ. അവരെങ്കിലും ഈ തന്നോട് ഇത് ചോദിക്കുകയല്ലേ, എടോ മനുഷ്യ ഈ പ്രായത്തിൽ ഇതൊക്കെ പറയണമെന്ന് ചോദിക്കുകയല്ലേ? നാണോ മാനോ ഉണ്ടെങ്കിൽ ഇത് കൂട്ട് വർത്താനമൊക്കെ പറയുമോ? തനിക്ക് ഏതാണ്ട് അസുഖമായിരുന്നു, അതിനകത്തു നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞല്ലേ. വല്ല സ്വോത്രം ചൊല്ലി വീട്ടിലിരിക്കടോ. ഈ വത്സന്റെ കുണ്ടിക്ക് കഴുകി കൊടുക്കാതെ അവൻ ദൂരെ വെച്ച് അവൻ തന്നെ കഴുകിക്കൊള്ളുകയല്ലേ. താൻ എന്തിനാ അത് ടോയ്ലറ്റ് പേപ്പർ ഇട്ട് തുടയ്ക്കാൻ നിൽക്കുന്നത്? തനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ളത് അനേക പ്രശ്നങ്ങളും ഇല്ല, അതിൻ്റെയൊക്കെ പുറകെ പോ. പിന്നെ താനൊക്കെ എത്ര പറഞ്ഞാലും എന്ത് കളിച്ചാലും താനൊന്നും ഇനിയൊന്നും IPCയുടെ ഭരണത്തിൽ 7 അയലോകത്ത് കയറുകയല്ല. തൻ്റെയൊക്കെ ഗുണ്ടാരാജ് എടുത്ത് ദൂരെ കളയാതെ ചില സഹോദരന്മാരൊന്നും ഉറങ്ങുകയല്ല. അതുകൊണ്ട് താൻ ഇതിനെക്കുറിച്ച് അധികം വിഷമിക്കാൻ നടക്കണ്ട. പിന്നെ തനിക്ക് പോലും അറിയത്തില്ലാതെ 173 അമെൻമെന്റ് ചെയ്തടോ വത്സൻ ഭരണഘടനയിൽ. വത്സൻ അല്ല ചെയ്തത്. വത്സൻ പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് തോമസ് ജേക്കബ് അലക്സിന്റെ ഓഫീസിലിരുന്ന് ചെയ്തതാ. എന്ന് പറഞ്ഞാൽ IPCയുടെ ഭരണഘടന എഴുതിയത് അമെൻമെന്റ് ചെയ്തു എന്ന് പറയുന്നത് വിശ്വാസികളല്ല, മർത്തോമക്കാരോ ഓർത്തഡോക്സുകാരോ കണ്ട അവന്മാര്, അവരാണ് ചെയ്തത്. കമ്മീഷന്റെ മുമ്പാകെ വന്ന് പറഞ്ഞ് 173 അമെൻമെന്റ് ചെയ്തെന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ ഒരു ഉണ്ണാകരനും താൻ ഉൾപ്പെടെ ഉള്ളവർക്ക് വായിക്കകത്തോട്ട് പുഴുങ്ങിയ ചേമ്പ് ചൂടോടെ ഇറങ്ങിപ്പോയപ്പോൾ അവസ്ഥ മാതിരി നേന്നും പറഞ്ഞുകൊണ്ട് നിന്ന് 173 അമെൻമെന്റ് വത്സൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ താനൊക്കെ മലയാള മനോരമ പേപ്പറെങ്കിലും വായിക്കാറുണ്ടോ ഈ വിവരം കേട്ടവനെ? എന്നിട്ട് വന്ന് പ്രസംഗിക്കുന്നു മാന്യന്മാർ ആയിട്ട്. IPCയുടെ തൻ്റെ പോസ്റ്റ് എന്നാ കോപ്പാണ്. തൻ്റെ പേര് പോലും എനിക്ക് നേരം അറിയത്തില്ല. വൃത്തി കേട്ടവന്.
നാണം മാനം ഇല്ലാത്തവന്. തൻ്റെ കുടുംബം പോലും നാണോ മാനം ഇല്ലാത്തവങ്ങൾ. അല്ല പിന്നെ ഇത് കൂട്ട് പോകൃത്തരങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ മക്കളോ തനിക്ക് കൊച്ചുമക്കളോ ആയി കാണുമല്ലോ. ആ പ്രായം ഉണ്ടല്ലോ, 80 വയസ്സ് ഏതാണ്ടായില്ലേ ഈ വിവരം ഇല്ലാത്തവൻ. ഇത് ആരോടാ ഇതൊക്കെ പറയുന്നത്? ദൈവം പൊറുക്കുവോ?